പ്ലസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ പാർട്ട് 5 വീഡിയോയാണ്. മുമ്പുള്ള ഭാഗങ്ങൾ പഠിച്ച് മിടുക്കരായ ശേഷം ഈ വീഡിയോയും കൂടെ കാണുക. ഓക്കെ, പല തരത്തിലുള്ള മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും അതിൻ്റെ ക്ലാസിഫിക്കേഷനും ആൻഡ് അത് എത്രത്തോളം രാജ്യത്തിന് ബെനിഫിറ്റ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്നാൽ ഈ ഇൻഡസ്ട്രീസ് അത് പ്രകൃതിക്ക് ഒരുപാട് ദോഷകരമായിട്ടുള്ള പ്രവൃത്തി കൂടി ചെയ്യുന്നുണ്ട്. പല തരത്തിലുള്ള പൊല്യൂഷൻസിന് ഈ തരത്തിലുള്ള ഇൻഡസ്ട്രീസ് ഒരു കാരണക്കാരാകുന്നും കൂടി ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മേജറായിട്ട് 4 ടൈപ്സ് ഓഫ് പൊല്യൂഷനാണ് ഈ ഒരു ഇൻഡസ്ട്രീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എയർ പൊല്യൂഷൻ, ദെൻ നോയ്സ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. ഓരോ പൊല്യൂഷനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എയർ പൊല്യൂഷൻ. എന്താണ് ബൈ വേർഡ് നമുക്കറിയാം, എയർ പൊല്യൂട്ടഡ് ആവുക. നോർമലി നമ്മുടെ വായുവിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാസസ് ഉണ്ട്, അതിൻ്റെ പ്രപ്പോർഷനിൽ തന്നെ ഓക്സിജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ അളവിന് വിപരീതമായിട്ട് മോർ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എക്സെട്ര. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് സൾഫർ ഡൈ ഓക്സൈഡ്. ഇത്തരത്തിലുള്ള ഗ്യാസസിൻ്റെ എമിഷൻ അത് കൂടുതലായിട്ട് വരികയും നമ്മളുടെ എയറിൽ അതിൻ്റെ എമൗണ്ട് കൂടുകയും ചെയ്യുന്നതിനെയാണ് എയർ പൊല്യൂട്ടഡ് ആവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡൊക്കെ ഒത്തിരി വന്നു കഴിഞ്ഞാൽ ഭൂമി നന്നായിട്ട് ഹീറ്റ് ആവുകയും ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഗ്ലോബൽ വാർമിംഗ് ആൻഡ് എ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. സോ ഇത്തരത്തിലുള്ള സോളിഡ് ഫോമിലും ലിക്വിഡ് ഫോമിലും ഉള്ള പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഡസ്റ്റും മിസ്റ്റും സ്മോക്കും ഒക്കെയാണ് വിച്ച് ലീഡ്സ് ടു എയർ പൊല്യൂഷൻ. മെയിനായിട്ട് ഏതൊക്കെ ഈ സ്മോക്ക് എമിറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് അറിയാം. കെമിക്കൽ ഇൻഡസ്ട്രീസിലാണെങ്കിലും അതുപോലെ പേപ്പർ ഇൻഡസ്ട്രീസ്, റിഫൈനറീസ്, സ്മെൽറ്റിംഗ് പ്ലാന്റ്സ്, പിന്നെ ഈ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ ഒക്കെ ഒരുപാട് ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസസ് ആണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സൾഫർ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെയാണ് പുറന്തള്ളുന്നത്. ഇത്രയും പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ് നമ്മൾ ശ്വസിക്കുമ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും അത് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ളൊരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഭോപ്പാൽ ട്രാജഡിയെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ലീക്കേജ് നടന്ന് വളരെയധികം മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഈ പറയുന്ന യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി സ്ഥാപിക്കുകയും അവിടെ 1984 അവിടെ മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ലീക്ക് ആവുകയും ഈ പോയിസണസ് ഗ്യാസ് ശ്വസിച്ച് ഒരുപാട് ആളുകൾ അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്തത്. ഈ ഒരു ചിത്രം എന്നും എല്ലാവരുടെയും മനസ്സിൽ വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതാണ്. ഇന്നും അവരതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഫേസ് ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ്. സോ എയർ പൊല്യൂഷൻ ഇത്രയും പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. എമിഷൻ ഓഫ് ദ സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്കിനി വാട്ടർ പൊല്യൂഷൻ നോക്കാം. എങ്ങനെയാണ് വെള്ളം മലിനമാകുന്നത്? അതെ, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ വാട്ടറിലേക്ക് നമ്മൾ ഒഴുക്കി വിടുന്നു. അങ്ങനെ വെള്ളം എന്ത് ചെയ്യുന്നു? പൊല്യൂട്ടഡ് ആവുന്നു. മെയിൻലി പേപ്പർ ഇൻഡസ്ട്രി, പെട്രോളിയം ഇൻഡസ്ട്രി, അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രി, ഇവർ ലെറ്റ് ഔട്ട് ദെയർ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ ഡിറ്റർജൻസ്, ആസിഡ്സ്, ഹെവി മെറ്റൽസിൽ വരുന്നതാണ് ലെഡും മെർക്കുറിയൊക്കെ. പിന്നെ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ തന്നെ കാർബൺ, പ്ലാസ്റ്റിക്, റബ്ബർ, ഇതെല്ലാം ബോത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് വേസ്റ്റസ് ഇത് വാട്ടർ ബോഡീസിലേക്ക് ഒഴുക്കി വിടുകയും അതുവഴി വാട്ടർ പൊല്യൂട്ടഡ് ആവുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ടുള്ള സോളിഡ് വേസ്റ്റുകളാണ് ഫ്ലൈ ആഷ്, ഫോട്ടോ ജിപ്സം ആൻഡ് അയൺ സ്റ്റീൽ സ്ലാഗ് എന്ന് പറയുന്നത്. അയൺ സ്റ്റീൽ സ്ലാഗ് എന്താണ്? അയൺ ആൻഡ് സ്റ്റീൽ റിഫൈനിങ്ങിൽ വരുന്ന വേസ്റ്റാണ്. ദെൻ അതുപോലെ ഫ്ലൈ ആഷ് എന്ന് പറഞ്ഞാൽ കോള് കമ്പസ്റ്റ് ചെയ്യുമ്പോൾ, കോള് കത്തിക്കുമ്പോൾ വരുന്ന ചാരമാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകളാണ് മെയിൻലി വാട്ടറിനെ പൊല്യൂട്ട് ചെയ്യുന്ന സോളിഡ് വേസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് തെർമൽ പൊല്യൂഷൻ. എന്താണ് തെർമൽ പൊല്യൂഷൻ? അതായത് വാട്ടർ ബോഡീസ് മലിനമാകുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ വാട്ടർ ബോഡീസിലേക്ക് ഇടുന്നത് സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകളല്ല, പകരം ഫാക്ടറീസിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന ഹോട്ട് വാട്ടർ, നല്ല ചൂടുള്ള വെള്ളം എന്ത് ചെയ്യുന്നു? നേരിട്ട് വാട്ടർ ബോഡീസിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ വെള്ളത്തിൽ താമസിക്കുന്ന
ഒട്ടനവധി എക്വാട്ടിക് ലൈഫ് ഫോംസ് ഉണ്ട്. അത് മീനുകളാവാം, അല്ലാത്ത ചെറിയ ചെറിയ ജീവികളാകാം, അതുപോലെ തന്നെ അക്വാട്ടിക് പ്ലാന്റ്സ് ആകാം. അപ്പോൾ ഇവരുടെ എല്ലാം നാശത്തിന് ഈ ഒരു ഹോട്ട് വാട്ടർ ഫ്രം ദ ഇൻഡസ്ട്രീസ് കാരണമാവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് പൊല്യൂഷനെയാണ് തേർമൽ പൊല്യൂഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഈ വേസ്റ്റുകൾ അത് ഭയങ്കര പോയ്സണസ് ആയിരിക്കും. സോ ഇത് ഇൻ കേസ് നമ്മൾ ഈ വാട്ടർ ബോഡീസിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അതിൽ ഉള്ള മീനുകളുടെ രൂപത്തിലോ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് അത് ഇൻടേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ക്യാൻസർ, ബർത്ത് ഡിഫെക്ട്സ് ആൻഡ് മിസ്കാരേജസ്, ദാറ്റ് ഇസ് അബോർഷൻ. ഓക്കെ, ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കൂടെ കാരണമാകുന്നുണ്ട്. ആൻഡ് സോയിൽ പൊല്യൂഷനും അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷനും ദേ ആർ ക്ലോസ്ലി ഇൻ്റർകണക്റ്റഡ്. നമ്മൾ മണ്ണിലേക്ക് വലിച്ചെറിയുന്ന വേസ്റ്റുകൾ, ഈ വേസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? മണ്ണിൽ കിടക്കും ആൻഡ് മണ്ണ് ചീത്തയാകും. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഈ വേസ്റ്റുകൾ, ഹാംഫുൾ ആയിട്ടുള്ള അതിലുള്ള സബ്സ്റ്റൻസുകൾ മഴയിലൂടെ ഒഴുകി അത് വാട്ടർ ബോഡീസിലെത്തുകയും അങ്ങനെ വാട്ടർ ബോഡീസും ഇൻക്ലൂഡിങ് ഗ്രൗണ്ട് വാട്ടറും കണ്ടാമിനേറ്റഡ് ആകും എന്ന്. then നമ്മൾ നോക്കുന്നത് ഹൗ ദ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ലീഡ്സ് ടു നോയ്സ് പൊല്യൂഷൻ. എങ്ങനെയാണ് ഇൻഡസ്ട്രീസ് നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ? ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന മെഷീൻസ് റൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, അവിടെ ഉപയോഗിക്കുന്ന ഡ്രില്ലിങ്ങിൻ്റെ ശബ്ദങ്ങൾ, അതുപോലെ തന്നെയുള്ള മറ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള എറഗൻ്റ് ആയിട്ടുള്ള നോയ്സ്, അത് ഹൈ ഇൻറ്റൻസിറ്റിയിൽ വരുമ്പോഴാണ് ഇറ്റ് ലീഡ്സ് ടു നോയ്സ് പൊല്യൂഷൻ. ഇത്തരത്തിൽ ഹൈ ഡെസിബൽ നോയ്സ് ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ലീഡ്സ് ടു ഇറിറ്റേഷൻ ടു അവർ ഇയേഴ്സ് ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, കേൾവി ശക്തി നഷ്ടപ്പെടുക. ആൻഡ് ഈ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്സ് ഉണ്ടാവുന്നു. അതുപോലെ നമ്മുടെ BP അല്ലേ, വലിയ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തൊട്ട് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെ കൂടുതലായിരിക്കും, BP കൂടുതലായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്, വയസ്സായവർക്കും അതുപോലെ കുഞ്ഞു കുട്ടികൾക്കുമൊക്കെ അത് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുണ്ടാകുന്ന പൊല്യൂഷനുകളെ എങ്ങനെ നമ്മൾക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം? വാട്ടർ പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നമ്മളൊരു 4 കീവേഡ്സ് ഉപയോഗിച്ചിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് പ്രോസസ്സാണ് മിനിമൈസ്. എന്താണത്? അതെ, വെള്ളം കൺട്രോൾ ചെയ്ത് കുറച്ച് ഉപയോഗിക്കുക, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് റീയൂസ് ആൻഡ് റീസൈക്ലിംഗ്. അതെന്താണത്? അതെ, നമ്മൾ ഉപയോഗിച്ച വെള്ളമാണെങ്കിലും അത് വേറൊരു പ്രോസസ്സിന് ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ പാത്രം കഴുകി വരുന്ന ബാലൻസ് ആയിട്ടുള്ള വെള്ളം എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്ത് അത് ചെടികൾക്കൊക്കെ ഒഴിക്കുന്നതായിട്ട്. സോ അതാണ് സെക്കൻഡ് മെത്തേഡ്, റീയൂസ് ആൻഡ് റീസൈക്ലിംഗ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. നമ്മളുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യത്തിലധികം മഴ ലഭിക്കുന്ന ഒരു പ്ലേസാണ്. സോ നമ്മൾക്ക് കിട്ടുന്ന വെള്ളത്തെ നമ്മൾ സംഭരിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. എന്താണത് വാട്ടർ ട്രീറ്റ്മെൻറ്റ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളത്തെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കത് പഠിക്കാം. ഓക്കെ, സിമ്പിളായിട്ട് നമുക്ക് ഈ ഡയഗ്രാം വെച്ചിട്ട് പഠിക്കാം. അതായത് 3 രീതിയിലാണ് മെയിൻലി നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റുകളെ ട്രീറ്റ് ചെയ്യുന്നത്. വെള്ളത്തിൽ നിന്ന് ഇൻഡസ്ട്രിയൽ വേസ്റ്റിനെ റിമൂവ് ചെയ്ത് വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത്. അതിൽ ആദ്യത്തെ രീതിയാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ദെൻ ടെറിഷറി. ഇങ്ങനെ 3 രീതികളാണുള്ളത്. പ്രൈമറി മീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻസ് ഉപയോഗിച്ചിട്ട് വെള്ളത്തെ ശുദ്ധീകരിക്കുക. അതിൽ 4 പ്രോസസ്സാണുള്ളത്. പ്രൈമറിയിൽ 4 പ്രോസസ്സ്. ഒന്ന് സ്ക്രീൻ ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്യുന്നു, ഫ്ലോക്കുലേറ്റ് ചെയ്യുന്നു, സെഡിമെൻറ്റ് ചെയ്യുന്നു. ആദ്യം വെള്ളത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് സ്ക്രീൻ ചെയ്ത ശേഷം ഫ്ലോക്കുലേറ്റ് ചെയ്യുക, വിച്ച് മീൻസ് അതിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യിക്കുക പാർട്ടിക്കിൾസിനെ തമ്മിൽ. ഈ ഒറ്റ കട്ട കൊളോയിഡ് ആയിട്ടിരിക്കുന്നതിനെ സെപ്പറേറ്റ് ചെയ്ത് ദെൻ അതിനെ സെഡിമെൻറ്റ് ചെയ്യും. വലിയ പാർട്ടിക്കിൾസ് താഴെ സെറ്റിൽ ഡൗൺ ചെയ്ത് തെളിവെള്ളം മുകളിലാകുന്ന ഒരു പ്രോസസ്സ്. ദെൻ നമ്മളതിനെ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് പ്രൈമറി ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് മെക്കാനിക്കലി മെഷീൻസ് യൂസ് ചെയ്ത് നമ്മൾ വാട്ടറിനെ ശുദ്ധീകരിക്കുന്നത്. ദെൻ അടുത്ത ഒരു രീതി സെക്കൻഡറി മെത്തേഡ്സ് ആണ്. ദാറ്റ് ഈസ് ബയോളജിക്കലി നമ്മൾക്ക് എങ്ങനെ വെള്ളത്തെ നന്നാക്കി നിർത്താം. എങ്ങനെയാണ്?
നമുക്കറിയാം പണ്ട് മുതലേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മരമുണ്ടെങ്കിലേ മഴ പെയ്യൂ, വെള്ളം ഉണ്ടാവൂ എന്നൊക്കെ. സോ നന്നായിട്ട് മരങ്ങളെ നട്ടുപിടിപ്പിക്കുക ആൻഡ് മഴവെള്ളത്തെ സംഭരിച്ച് വെക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. ആൻഡ് ഫൈനലി ടെറിഷറി വേ പറയുന്നത് ഫിസിക്കലി അല്ലെങ്കിൽ കെമിക്കലി ബയോളജിക്കലി വെള്ളത്തെ പ്യുവർ ആക്കുക. അതായത് നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യുമല്ലോ വെള്ളത്തിൽ, അതുപോലെ ഫിസിക്കൽ വേ ഉപയോഗിച്ച്, ദാറ്റ് ഇസ് വെള്ളത്തെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക. അത്തരത്തിലുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്തും നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഇനി പറയുന്നത്. മെയിനായിട്ട് ഫാക്ടറീസിൽ എന്ത് ഘടിപ്പിക്കും? സ്മോക്ക് സ്റ്റാക്കുകൾ ഘടിപ്പിക്കും വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റർ, ഫാബ്രിക് ഫിൽട്ടർ, സ്ക്രബ്ബേഴ്സ് എക്സെട്ര. ഈ പിക്ചറിൽ കാണുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ്. എയർ ഈ ഒരു ഭാഗത്തൂടെ കടത്തിവിട്ട് എന്ത് ചെയ്യുന്നു? ഫിൽട്ടർ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് സ്ക്രബ്ബർ. വലിയ ഫാക്ടറീസിൽ ഇത്തരത്തിലുള്ള സ്ക്രബ്ബേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് എയറിനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. സോ എയർ പൊല്യൂഷൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫാക്ടറീസിൽ കോള് കത്തിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്മോക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കോളിന് പകരം ഓയിൽസോ ഗ്യാസസോ ഉപയോഗിക്കാം ഫാക്ടറീസിൽ. അതും ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡാണ്. ദ നോയ്സ് പൊല്യൂഷൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതായത് പഴയ മെഷീൻസൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് വളരെയധികം അറഗൻ്റ് ആയിട്ടുള്ള നോയ്സസ് ഒക്കെ വരുന്നത്. സോ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്ത് മെഷീൻസ് റീഡിസൈൻ ചെയ്താൽ നോയ്സ് പൊല്യൂഷനും നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. എന്താണ്? ഇന്ത്യയിൽ പ്രധാനമായിട്ടും പവർ വിതരണം ചെയ്യുന്ന പവർ പ്രൊവൈഡിങ് കോർപ്പറേഷനാണ് NTPC എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അവരുടെ ISO സർട്ടിഫിക്കേഷൻ ഉള്ള താപനിലയമാണ് NTPC എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോർപ്പറേഷൻ്റെ പ്രത്യേകത അവരെ പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത രീതിയിലാണ് ഇവരുടെ ഓരോ ആക്ടിവിറ്റീസും കൊണ്ടുപോകുന്നത്. ഇവർ താപനിലയത്തിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും പ്രകൃതിക്ക് ദോഷകരമാകാതെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടാണ് ഇവർ എനർജി പ്രൊഡക്ഷൻ നടത്തുന്നത്. ദേ ട്രൈ ടു പ്രിസർവ് ദ വാട്ടർ, ഓയിൽ, ഗ്യാസ്, ഫ്യൂവൽസ് എക്സെട്ര. NTPC ഫോളോ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. മെയിനായിട്ടും ദേ യൂസിങ് ലേറ്റസ്റ്റ് ടെക്നോളജീസ് ആൻഡ് അപ്ഗ്രേഡ് ദ എക്യുപ്മെൻറ്റ്സ്. ഈ മെഷീനറീസ്, അതായത് ഇത്തരത്തിൽ നോയ്സ് പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്ത് പുതിയ ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്ത് അവരെപ്പോഴും മെഷീൻസിനെ അപ്ഗ്രേഡ് ചെയ്യുന്നു. രണ്ടാമത് അവർ വേസ്റ്റ് ജനറേഷൻ ഏറ്റവും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ആഷ്, ഈ പുറന്തള്ളുന്ന ചാരത്തെ മാക്സിമം ഉപയോഗിച്ച് വേസ്റ്റ് പുറന്തള്ളുന്നത് വളരെയധികം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി അവർ സ്വീകരിച്ചിരിക്കുന്ന ചില ടെക്നിക്സ് ആണ് ആഷ് പോണ്ട് മാനേജ്മെൻറ്റ്, ആഷ് വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റം, അതുപോലെ ലിക്വിഡ് വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്തിട്ടാണ്. സോ ഇത്രയും പോയിൻറ്റ്സ് മിനിമം അറിഞ്ഞിരിക്കുക. NTPC എന്നാൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ, ഇന്ത്യയിലെ ISO സർട്ടിഫിക്കേഷനുള്ള തെർമൽ പവർ പ്ലാന്റ് ആണ്, താപനിലയമാണ്. ആൻഡ് അവരെന്ത് ചെയ്യുന്നു? എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്, എൻവയോൺമെൻറ്റ് പ്രിസർവ് ചെയ്തുകൊണ്ടാണ് അവർ ഓരോ എനർജി പ്രൊഡക്ഷൻ നടത്തുന്നത്. അതിനുവേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ, പുതിയ ടെക്നോളജിയും ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുള്ള മെഷീൻസ്, അതുപോലെ വേസ്റ്റായി വരുന്ന ചാരം മാക്സിമം അവർ ഉപയോഗിച്ച് മിനിമം വേസ്റ്റ് ആക്കിയിട്ടാണ് പുറത്തേക്ക് തള്ളുന്നത്. ഇത്തരത്തിലുള്ള പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. സോ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ ഓരോ കാര്യങ്ങളും എടുത്ത് പറയേണ്ടത് കൊണ്ടാണ് ഈ ഓരോ ലെങ്ത്ത് കൂടി പോകുന്നത്. നന്നായി പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ വന്ന ഇതുമായി അസോസിയേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും കൂടെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം റിവൈസ് ചെയ്യാം. എക്സാമോടനുബന്ധിച്ച് നമുക്ക് മാപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ റിവിഷൻസും ഒക്കെ നടത്താം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.